കൊല്ലത്ത് BSNL റിട്ടയർഡ് ഉദ്യോഗസ്ഥന്റെ കൊട്ടേഷൻ കൊലപാതകം മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലെന്ന പോലീസ്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ കൂടുതൽ ആളുകൾക്ക് കൃത്യത്തിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്നും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ പറഞ്ഞു. കൊല്ലത്തെ സ്വകാര്യ പണയിടപാട് സ്ഥാപനത്തിലെ മാനേജരായ സരിതയും അക്കൗണ്ടന്റായ അനൂപും ചേർന്ന പാപ്പച്ചനെ വകവരുത്താനുള്ള ആലോചന വളരെ മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. ഇദ്ദേഹത്തിന്റെ 34 ലക്ഷം രൂപ ബാങ്കിൽ സ്ഥിരനിക്ഷേപമാക്കി ഡെപ്പോസിറ്റ് ചെയ്യിച്ച പ്രതികൾ ബ്ലാങ്ക് ചെക്കിൽ ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തിന്റെ പല അക്കൗണ്ടുകളിൽ നിന്നായി ഇരുവരും ചേർന്ന് 50 ലക്ഷം രൂപ കവർന്നെടുത്തു. വകവരുത്താൻ തീരുമാനിച്ച ശേഷം മെയ് 23-ന് അനൂപാണ് പാപ്പച്ചനെ ആശ്രാമത്തേക്ക് വിളിച്ചു വരുത്തിയത്. തുടർന്ന് കൊട്ടേഷൻ ഏറ്റെടുത്ത അനിമോൻ കാർ ഉപയോഗിച്ച് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. പ്രതികളിലൊരാളായ ആസിഫ് സംഭവ സ്ഥലത്ത് ആംബുലൻസും തയ്യാറാക്കി നിർത്തിയിരുന്നു. സരിതയും അനൂപും ജോലി ചെയ്തിരുന്ന ധനകാര്യ സ്ഥാപനത്തിലെ കൂടുതൽ ജീവനക്കാർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ പറഞ്ഞു. അത്തരത്തിൽ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമുക്ക് 50 lakh രൂപീസിന്റെ കണക്ക് നമുക്ക് ഇതുവരെ വെളിവായിട്ടുണ്ട്. പല കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറേ പൈസ ഈ കൊട്ടേഷൻ കൊടുക്കാനായിട്ടും സരിത ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറേ അവരുടെ പേരിലുള്ള പൈസ എല്ലാം ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പാപ്പച്ചന്റെ അക്കൗണ്ടിലെ ദുരൂഹ ഇടപാടുകളിൽ സംശയം തോന്നിയ മകൾ പോലീസിന് നൽകിയ പരാതിയിലാണ് അന്വേഷണം നടന്നതും അപകടമരണമായി എഴുതിത്തള്ളുമായിരുന്ന കേസിലെ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞതും. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അമൃത ന്യൂസ്, കൊല്ലം.